ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടേം 1ൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റെഡിയല്ലേ? ഒന്നാമത്തെ ചോദ്യം നെക്രോൽ ഫിക്ര വനുജീബു എന്നുള്ളതാണ്. താഴെ ഒരു ഫിക്ര കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. നമുക്ക് എന്തായാലും തന്നിട്ടുള്ള ഫിക്ര ഒന്ന് വായിച്ചു നോക്കാം. യദുറസു യാസിർ ഫിസൊഫി സാബി, എന്താണ്? യാസിർ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹാദാ യോമ ഫറഹു വസുറൂർ, എന്താണ്? ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിവസമാണ്. ലിയാസിർ, ആർക്ക്? യാസിറിന്, വാസ്തികാഹി, അവൻ്റെ കൂട്ടുകാരിലെ കൊണ്ട്. ലി അന്നഹും യുഹക്കിക്കൂന അമ്നിയത്തിൻ അലീമ, എന്താണ്? അവർ തീർച്ചയായിട്ടും നല്ല ഒരു കാര്യം, ഒരു ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. യുഹുദി ഉലുവുൽ മജ്ലിസ് തശ്രീഇൽ കുർസിയ മുൽ മുതഹരിക്കൽ കഹ്റുബായി സദീഖിഹിം അമാനല്ലതി ഫുക്കിദ റിജാലഹു, എന്താണ്? അപ്പോൾ അവന് ഈ ഒരു ഉലുവുൽ മജ്ലിസ് തശ്രീഇൽ കുർസി എന്നുള്ള അവർ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഇലക്ട്രിക് വീൽ ചെയർ കൊടുത്തിട്ടുണ്ട്. അവരുടെ കൂട്ടുകാരാണ് അത് കൊടുത്തിട്ടുള്ളത്. ഫുക്കിദ റിജാലഹു, അവൻ്റെ കാല് നഷ്ടപ്പെട്ടതിന് ശേഷം ഇത് അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണല്ലേ. ഇനി ഇവിടെ ചോദ്യം പറയാം. ദേശ് യാസിർ ഫിസാബി, യാസിർ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ പഠിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മിസ്സായിട്ടുള്ളത്. അദുറുസു ആണോ, യദുറുസു ആണോ, നെദുറുസു ആണോ? ഇവിടെ യാസിർ എന്ന് പറയുന്നത് എന്താണ്? ആൺകുട്ടി ആയതുകൊണ്ട് അവിടെ എന്ത് വരണം? യദുറുസു എന്നുള്ളത് വരണം. ഇനി അന ഉഹ്ദി, എന്താണ്? ഞാൻ വിജയം ഉള്ളവനാണ്. അപ്പോൾ നെഹ്നു വരുമ്പോൾ എന്തായിട്ട് മാറും? അന ഉഹ്ദി ആണെങ്കിൽ നെഹ്നു വരുമ്പോൾ തുഹ്ദി ആണോ നുഹ്ദി ആണോ? ഏതാ വരുന്നത്? നുഹ്ദിയാണ് വരുന്നത്. ഇനി ഇഖ്തർ മിനൻ നൊസി മുലാരി കലിമത്ത് അഹദ, അഹദ എന്നതിൻ്റെ മുലാരിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഏതാണെന്ന് അറിയും? യുഹ്ദി എന്നുള്ളതാണ് അതിൻ്റെ മുലാരി. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ആൻസർ. ഇനി ഇഖ്തർ മിനൻ നൊസി മാലി കലിമത്ത് ഇഫ്കദു എന്നതിൻ്റെ മാലി എന്താണെന്ന് ചോദിച്ചാൽ ഫുക്കിദ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് അപ്പോൾ 4ാമത്തെ ആൻസർ. ഇനി മാ സബബു ഫറഹി യാസിർ, എന്തിനാണ് യാസിർ ഇത്രയധികം സന്തോഷിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് യാസിർ സന്തോഷിച്ചത്? കാരണം അവനിക്ക് എന്ത് കിട്ടി? യുഹുദി ഉലുവുൽ മജ്ലിസ് തശ്രീഇൽ കുർസിയിൽ മുതഹരിക്കൽ കഹ്റുബായി സ്വദീഖിയെ മമായല്ലാതെ ഫുഖിര റിജാലുഹു, അവന് കാല് നഷ്ടപ്പെട്ടതിന് ശേഷം അവനിക്ക് എന്ത് ചെയ്തു? ഒരു ഇലക്ട്രിക് വീൽ ചെയർ കിട്ടിയല്ലേ. അപ്പോൾ ഇവിടുന്ന് മുതലാണ് നിങ്ങൾ 5ാമത്തെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ സെക്ഷൻ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ 2ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നെക്രോൽ ഫിക്ര വനുജീബു, താഴെയുള്ള ഫിക്ര വായിക്കുക, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ബദഅത്ത് ഹഫ്ലത്തു ഫി തമാമി സാഅത്തി റാബിയ, എന്താണ്? 4 മണിക്ക് തന്നെ പരിപാടി ആരംഭിച്ചു. ജറത്ത് ഹഫ്ലത്തു തഹ്ത റിയാസത്തി റയീസിൽ മജ്ലിസിൽ കറിയാം, അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ ഒരു ഉദ്ഘാടനത്തിന് അധ്യക്ഷത വഹിച്ചിട്ടുള്ളത്. ഇഫ്തത ഉലുവുൽ മജ്ലിസ് തശ്രീഇൽ ഹഫ്ല, ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് എന്താണ്? പ്ലാനിംഗ് കമ്മിറ്റി അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിലെ മെമ്പറാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. വാൽക്ക കലിമത്ത് തഹ്നിയ ഉലുവുൽ മജ്ലിസിൽ കറിയ, അപ്പോൾ പഞ്ചായത്ത് മെമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പരിപാടിക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട്. അൽക്ക രാജു നഷീദത്തൻ ആൻഡ് താവുനി, ആ ഒരു കോർപ്പറേഷൻ ഒരു സഹകരണത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? രാജു ഒരു പാട്ട് പാടിയിട്ടുണ്ട്. വക്കാമ നാദിറുൽ മദ്രസ ബി കലിമത്തി തർഹീബ്, അപ്പോൾ സ്വാഗത പ്രസംഗം പറഞ്ഞിട്ടുള്ളത് ആരാണ്? നാദിറുൽ മദ്രസയാണ്. യാസിർ കലിമത്ത് ശുക്ർ, യാസിർ അവിടെ കലിമത്ത് ശുക്ർ നന്ദി പ്രസംഗവും നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം എന്ന് പറയുന്നത് മത്താ പദകത്തിൽ ഹഫ്ല, എപ്പോഴാണ് പരിപാടി തുടങ്ങിയത്? എപ്പോഴാണ്? സാത്തി റാബിയക്കാണ് പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഇതാണ് 1ാമത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് ഓപ്ഷൻസ്: ഫിസാത്തി സാലിസ, ഫിസാത്തിൽ ഹാമിസ, ഫിസാത്തി റാബിയ. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. 2ാമത്തത് അൻ അയ്യ മൗദൂഇൻ അൽക്ക രാജു നഷീദ, ഏത് വിഷയത്തിലാണ് രാജു പാട്ട് പാടിയത്? ഏതിലാണ്? താവുൻ എന്നുള്ളതാണ് 2ാമത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് നോയിദൽ ബർനാമിജ്, ഇതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യണം? ഒരു ബർനാമിജ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇത് നോക്കണം, അതിന് ശേഷം വേണം ബർനാമിജ് ഓരോന്നായിട്ട് എഴുതാൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് തെർഹീബാണ്. ആരായിരുന്നു തെർഹീബ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിൽ നോക്കുക, തെർഹീബ് ആരാണ്? തെർഹീബ് നാദിറുൽ മദ്രസയാണ് അല്ലേ. അപ്പോൾ 1ാമത്തേത് നാദിറുൽ മദ്രസ എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. ഇനി 2ാമത്തേത് റയീസുൽ മജ്ലിസുൽ കറിയ എന്താണ് ചെയ്തിട്ടുള്ളത്? കലിമത്തു തഹ്നിയ ആണല്ലേ. അപ്പോൾ ഇവിടെ കലിമത്തു തഹ്നിയ എന്നുള്ളത് 2ാമതായിട്ട് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? 1ാമത് നമ്മൾ പറഞ്ഞു നാദിറുൽ മദ്രസയാണ് 1ാമത്, 2ാമത് കലിമത്തു തഹ്നിയ, 2 വരും. ഇനി അടുത്തത് എന്താണ്? ഇഫ്തിതാഹ് ആരാണ് ചെയ്തിട്ടുള്ളത്? ഉലുവുൽ മജ്ലിസ് തശ്രീഇ എന്നുള്ളത് 3ാമത്തെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇനി കലിമത്തു തഹ്നിയ ആരാ പറഞ്ഞിട്ടുള്ളത്?
റയീസുൽ മജ്ലിസുൽ ഖറിയ ഇതല്ല കേട്ടോ. റയീസുൽ മജ്ലിസുൽ ഖറിയ എന്തായിരുന്നു? ഇതിൻ്റെ റയീസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? റയീസ് എന്നാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്, റയീസ്. ഇനി ഇഫ്തിതാഹ് നമ്മൾ പറഞ്ഞു, ആരാണെന്ന് പറഞ്ഞു, ഉളുബുൽ മജ്ലിസ് തശ്രീഹ്. കലിമത്തു തഹാനിയാണ് ആര്? ഉളുബുൽ മജ്ലിസുൽ ഖറിയ എന്നുള്ളത് കലിമത്തു തഹാനിയാണ്. ഇനി ലാസ്റ്റ് എന്ത് കൊടുക്കണം? കലിമത്ത് ശുക്ർ എന്ന് കൊടുത്തിട്ട് യാസിർ എന്ന പേരും കൂടെ എഴുതി കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൽ തന്നെയുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. നക്രോ തക്രീറ വനുജീബ്. താഴെയുള്ള ഒരു തക്രീർ റിപ്പോർട്ടാണ് വായിക്കേണ്ടത്. അഹ്ലാമു അമാനൻ തഹക്കു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട്. നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അമാനിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. പാലക്കാടാണ് നടന്നിട്ടുള്ളത്. എസ്തീവ് അമാൻ അൻ യസീർ ഐസു യഷാഗ്. എന്താണ്? അവനക്ക് അമാന് വിചാരിച്ച സ്ഥലത്തൊക്കെ ഇനി നടക്കാൻ വേണ്ടി പറ്റും. യുഹദിഹി സ്വദീഖുഹു യാസിർ ഹുവ അസ്തിക്കാഹു വാക്രിബാഹു കുർസിയ മുതഹരിക്കെ കഹ്റുബായിയ ഫിഹാദൽ മസാഹ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ അവൻ്റെ അടുത്തുള്ളവരും എല്ലാവരും കൂടി ചേർന്ന് അവനക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു വീൽ ചെയർ കൊടുക്കുന്നുണ്ട്. സയ്യഫ്തദി ഹഫ്ലത്തിൻ ഉദുബുൽ മജ്ലിസു തശ്രീഹി വയഹദിൽ കുർസി. അപ്പോൾ ഇത് നൽകുന്നത് ആരാണ്? ഉദുബു മജ്ലിസു തശ്രീഹി ആണ് ഈ ഒരു കസേര അവർക്ക് നൽകുന്നത്, അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വയ്യറസു റയീസുൽ മജ്ലിസുൽ ഖറിയ അൽ ഹഫ്ല. ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ ഒരു പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത്. വയുർഹിബ് നാദിറുൽ മദ്രസ ബിൽ ഹാദിരീൻ. അവിടെ പ്രസന്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആശംസ പറയുന്നത് ആരാണ്? നാദിറുൽ മദ്രസയാണ്. സ്വാഗതം പറയുന്നത് നാദിറുൽ മദ്രസയാണ്. വയുൽക്കി യാസിർ അല്ലദി ഇജ്തഹദൽ ഇഹ്ദായി അഹാദൽ കുർസി കലിമത്ത് ശുക്ർ. മാത്രമല്ല ഇതിനാരൊക്കെയാണോ മുന്നിട്ടുള്ളത് അവരാണ് എന്ത് ചെയ്യുന്നത്? കലിമത്ത് ശുക്ർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മിൻ ഐന ഹാദൽ ഖബർ. ഇത് എവിടെ നിന്നാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? തൃശ്ശൂർ, പാലക്കാട്, വയനാട്. എവിടെയാണ്? പാലക്കാടാണ്. ഇഖ്തർ ജമ്മുൽ കലിമത്തി ഹുലം. ഹുലം എന്നതിൻ്റെ ജം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? അഹ്ലാം എന്നുള്ളതാണ്. ഓക്കെ, ഈ അഹ്ലാം എന്നുള്ളതാണ് അതിൻ്റെ ജം ആയിട്ട് വരുന്നത്. ഓക്കെ, അഹ്ലാം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇതിലെ മൂന്നാമത്തെ ചോദ്യം നുറാജ് തക്രീര വനുക്കമ്മൽ ബർനാമിജ്. ഇതിൽ നിന്നും എന്ത് ഉണ്ടാക്കണം? ഒരു ബർനാമിജ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബർനാമിജ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിയാസത്ത്. ആരാണ് ഇതിന് അധ്യക്ഷത വഹിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിയാസത്ത് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ആരാണ്? റിയാസത്ത് മജ്ലിസുൽ ഖറിയ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? മജ്ലിസുൽ ഖറിയ എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എഴുതേണ്ടത്. ഇനി കലിമത്തു തർഹീബ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നാദിറുൽ മദ്രസയാണല്ലേ. അപ്പോൾ ഇവിടെ നാദിറുൽ മദ്രസ എന്നുള്ളത് രണ്ടാമതായിട്ട് എഴുതി കൊടുക്കുക. ഇനി ഉദുബുൽ മജ്ലിസു തശ്രീയ എന്താ ചെയ്തിട്ടുള്ളത്? ഇഫ്തിതാഹ് ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക? അൽ ഇഫ്തിതാഹ്. ഇഫ്തിതാഹ് എന്ന് എഴുതി കൊടുക്കുക. ഇനി കലിമത്തു തഹ്നിയ പറഞ്ഞിട്ടുള്ളത് ആരാണ്? കലിമത്തു തഹ്നിയ അപ്പോൾ അത് ശരിക്കും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അവസാനം കൊടുക്കേണ്ടത് എന്താണ്? കലിമത്ത് ശുക്ർ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, കലിമത്ത് ശുക്ർ. കലിമത്ത് ശുക്ർ ആരാണ്? അപ്പോൾ കലിമത്ത് ശുക്ർ ആരായിരിക്കും? യാസിർ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ യാസിറിൻ്റെ പേരും കൂടെ നിങ്ങൾ എഴുതി ചേർക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് നുക്കമ്മിലുൽ ഹിബാറാണ്. ഒരു ഹിബാറാണ് എഴുതേണ്ടത്. ലക്കിയ ഉദുബുൽ മജ്ലിസ് തശ്രീ ബി യാസിർ. എന്താണ്? ഒരു ഉദുബു മജ്ലിസ് തശ്രീ യാസിറിനെ കാണുകയാണ്. അപ്പോൾ സാലഹു വൻ ദിറാസത്തിഹി. അപ്പോൾ അവൻ്റെ പഠനത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. വഹന്നാവു അല ഹാദൽ അമലി മിസാലി വസാലഹു അൻ തൊരീക്ക് ജമുൽ മബുലൈ ലിഹാദിൽ മുസാദ. അപ്പോൾ ഇതിന് ആരൊക്കെയാണ് പണം സ്വരുക്കൂട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. നുക്കമ്മിലുൽ ഹിബാർ അല്ലദി ജറാബൈന യാസിർ വ ഉദുബുൽ മജ്ലിസ് തശ്രീ. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എഴുതി നോക്കാം. ഇവിടെ തുടങ്ങുന്നത് തന്നെ എന്താണ്? മസാഉൽ ഹൈർ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതിന് മറുപടി എന്ത് പറയണം? മസാ അന്നൂർ എന്ന് പറയണം അല്ലേ. മസാ അന്നൂർ. ഇനി ഫി ഐ സൊഫിൻ അൻത. ഏതാണ്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫിസൊഫി സാബിയോ എന്ന് പറയാം. ഫിസൊഫി സാബിയോ.
ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി അടുത്തത് എന്താ ചോദിക്കുന്നത്? മൻ സാധക അലഹാദ, ഇതിനാരാണ് നിന്നെ സഹായിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ്? അസ്തികായി അക്രുബായി എന്ന് എഴുതണം അല്ലേ. അപ്പോൾ അവിടെ മേലത്തെ ഇതിലുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം അസ്തികായി അക്രുബായി. പിന്നെ എന്തോ ചോദിക്കുന്നുണ്ട്, യാസർ എന്തോ മറുപടിയും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ചിലപ്പം കം റൂബിയ ജമാഅത്ത, എത്ര രൂപയാണ് അവർ കളക്ട് ചെയ്തത് എന്ന് ചോദിക്കുകയായിരിക്കും. കം റൂബിയ ജംഅതഹു, അവരെത്രയാണ് കളക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്ത് പറയും? ഒരു 50,000 അല്ലേ, ഒരു 50,000 എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. 50,000 റൂബിയ. ദെൻ അമലുക്ക അമലുൻ, ഇത് നല്ല അമലാണ്. പിന്നെന്താണ്? അമലുക്ക അമലും മിസാൽ, ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒന്നാണ്. അന്ത മുംതാസുൻ ജിദ്ദൻ, നീ എന്താണ് നല്ല കുട്ടിയാണ് എന്ന് പറയാണ്. ദെൻ പിന്നെ അപ്പോൾ എന്തായിരിക്കും യാസിർ പറയുന്നത്? ഇപ്പോൾ യാസിർ ശുക്രൻ എന്ന് പറയുന്നുണ്ടാവും അല്ലേ. ശുക്രൻ അഫ്വൻ എന്ന് പറഞ്ഞിട്ട് ഇത് നിർത്തുകയും ചെയ്യാം. അഫ്വൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അടുത്തത് എന്താണ്? നൊയ്തൽ മുക്കാബല ബി മുസാദത്തെ അഥവാത്തിൽ ഇസ്തിഫാമി. ഇവിടെ എന്താണ്? കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് എന്തുണ്ടാക്കണം? നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. ദെൻ ജാ മുറാസിലുൻ സുഫിയുൻ ഫി യാസിർ ഫജറത്ത് മുക്കാബലഹ. അപ്പം എന്താണ്? മുറാസിൽ ഒരു ഇത് ചെയ്യുന്ന ആൾ, ഒരു ജേർണലിസ്റ്റ് യാസിറിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇതിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് എഴുതാം. അയ്യ്, കം, ഐ എന്ന് പറഞ്ഞാൽ ഏത്, കം എന്ന് പറഞ്ഞാൽ എത്ര, ഐന എന്ന് പറഞ്ഞാൽ എവിടെ, കൈഫ എങ്ങനെ, മൻ ആര്, ഹൽ ആണോ, മാ എന്ന് പറഞ്ഞാൽ എന്ത്, മത്ത എപ്പോൾ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചോദിക്കാം? അപ്പം മത്ത വെച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് മത്ത ബദാത്ത് ഹാദ, ഇതെപ്പോഴാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ മൻ ബദത്ത് അല്ലേ, മൻ ബദത്ത് ആരാ, ഇത് ആരാണ് തുടങ്ങി വെച്ചത് എന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അയിന വെച്ചുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നെക്രോൽ മന്ദൂമ വനുജീബ്. ഈ ഒരു മന്ദൂമ വായിക്കുക, അതിനുശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മന്ദൂമ വായിക്കുന്നില്ല, കാരണം ഇതന്നെ ആവില്ല നിങ്ങൾക്ക് തരുന്നത്. എന്തായാലും നമുക്ക് ചോദ്യം നോക്കാം. മാ ഹുവ മുലാരിയു റക്കിയ. റക്കിയ എന്നതിൻ്റെ മുലാരി എന്താണ്? ഇർത്തക്കി, തെർക്കി, ഇർക്ക എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതാണ് മുലാരി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഏതാണ് റക്ക എന്നതിൻ്റെ മുലാരി? ഏതാണ്? ഇർക്ക എന്നുള്ളതാണ്. ഓക്കെ, ഇർക്ക എന്നുള്ളതാണ് മുലാരി ആയിട്ട് വരുന്നത്. ഇനി അഖ്ബറൽ അബിയാദിൽ തസ്രീഹാദിലാത്തിയ, ഇതിൽ ഓരോന്നിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? വരികൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആ താവിന് സിറുൻ ഹയാത്ത്, എന്താണ്? സഹകരണം എന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഈ വരിയാണ് കേട്ടോ. സിറുൽ ഹയാത്തി ഹുവ താവുനി ലം യക്കുൻ ലൗലാഹു മിൻ റൗഹിം ബിഹ മുത്തശാക്കിലിൻ എന്ന് പറയുന്ന ഈ വരിയാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്ത് കൊടുത്തിട്ടുണ്ട് താവുനി മൻ അസ്ബാബൽ മജിദി വൽ ഇസ്സ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വരി ഏതാണ്? ഈ വരിയാണ് കേട്ടോ. ഏതാണെന്നറിയോ? ലൗലാ താവുനി ബൈന അബിനായിൽ വറ ലം യുബയ്യൻ മജിദും ഫിസമാനി എന്ന് പറയുന്ന ഈ വരിയാണ്. ഓക്കെ, ഇതാണ് രണ്ടാമതായിട്ട് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ വാക്കുകൾ തന്നെ അതിലുണ്ടായിരിക്കും, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് താവുനി മിൻ സിഫാത്തിൽ ആക്കിൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ വരിയാണ് ഇന്ന താവുനി മിൻ സിഫാത്തിൽ ആക്കിൽ ഇർക്കാ ബിഹി നെഹവൽ നജാഹി അൽ കാമിൽ എന്ന് പറയുന്ന വരിയാണ്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇഹ്തറ സത്ര യുനാസിബ് സൂറ. ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട വരി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ചിത്രം എന്താണ്? ഒരു പക്ഷി, ഒരു ഇതൊക്കെയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വരി എന്ന് പറയുന്നത് ഇതാണ്. ഉന്നൂർ ഫിൻ നഹിലിൽ വൈഫി ബിജിസ്മിഹി താമുന് യുംസി ജയ്ഷി ഹായിൽ എന്ന് പറയുന്ന വരിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് നെക്രോൽ ഫിക്ര വനുജിയോ. ഇവരൊരു ഫിക്ര കൊടുത്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫ്. അത് വായിച്ചിട്ട് അതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കറ യാസിറുൻ തർജുമത്തിൽ ഹയാത്തി
ബി എൻ പണിക്കർ ഫി എച്ച് ജിദാരിയ. ചുമർ പത്രത്തിൽ എന്ത് കണ്ടു? പി എൻ പണിക്കരെ കുറിച്ചുള്ള തർജുമത്തുൽ ഹയാത്ത് യാസിർ കണ്ടു. കാന പി എൻ പണിക്കർ മുദരിസൻ മഷ്റൂറൻ, അദ്ദേഹം പ്രസിദ്ധനായ ഒരു അധ്യാപകനായിരുന്നു. ഉരുദ ഫി നീലംപേരൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം 1909 ജനിച്ചിട്ടുള്ളത്. പി മുക്കാത്തത്തി ആലപ്പുഴ ജില്ലയിലാണ്. വാലിദുഹു ഊഫിയന്താൻ പില്ലായ്, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരാണ്. വാലിദത്തുഹു ജാനകി അമ്മ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ്. അസ്സസ പണിക്കർ ഫി സനത്തി അൽഫുമത്തിസുമിയ ഇസ്നേനിവ തിസ്ഊന മീലാദിയ മക്തബ, അദ്ദേഹം എന്ത് ചെയ്തു? 1926 ഒരു മക്തബ, ഒരു ലൈബ്രറി ഉണ്ടാക്കി. ബഹുവ യർഫു ബിറായിദിൽ ഹരിക്കത്തിൽ മക്തബിയ ഫി കേരള, അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈബ്രറിയിലെ അതിൻ്റെ എന്താ പറയുക, റായിദായിട്ട് അറിയപ്പെടുന്ന അതിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്ന അദ്ദേഹമാണ്. അദ്ദേഹം 1995 മരിക്കുകയും ചെയ്തു. ഓക്കെ. നെഹ്തഫിലു 19 യൂനിയു യോമു വഫാത്തി യോമിൽ കിറാത്തി ഫി വിലായത്തി കേരള. അപ്പോൾ വായനാ ദിനമായിട്ട് ജൂൺ 19 ഇദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ആചരിക്കുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഇനി ഇവിടെ ചോദിക്കുന്നത് ഫി അയ്യ സ്ഥലത്തിൽ മുരുത പി എൻ പണിക്കർ, ഏത് വർഷമാണ് പി എൻ പണിക്കർ ജനിച്ചിട്ടുള്ളത്? ഏത് വർഷമാണെന്നാണ് പറയുന്നത്? അദ്ദേഹം 1909 അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മായി അഹ്മിയത്തു 19 യൂനിയു എന്താണ്? യോമുൽ കിറായാണല്ലോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നുക്കമ്മിൽ ബയാനാത്ത്, ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ബയാനാത്ത് ഉണ്ടാക്കാനാണ് ഇസ്മുൽ കാമിൽ എഴുതണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തെഴുതണം? മുഴുവൻ പേര് എഴുതണം അല്ലേ. കാണില്ല. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇവിടെ പറയുന്നുണ്ട്. പി എൻ പണിക്കർ എന്നുള്ളത് അത് എഴുതി കൊടുക്കുക. മക്കാനു വിലാദ്, അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? അദ്ദേഹം ഇവിടെയാണല്ലോ, നീലംപേരൂരിലാണ് ജനിച്ചത്. ഇസ്മു വാലിദത്ത് ഇവിടെ പറയുന്നുണ്ട്, അത് എഴുതി കൊടുക്കുക. ജാനകിയമ്മ എന്താണ്? വാലിദത്താണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ഇസ്മു വാലിദത്ത് എന്നുള്ളത് എഴുതി കൊടുക്കുക, വാലിദത്ത്. ഇനി അദ്ദേഹത്തിൻ്റെ ലഖ്ബ് എന്താണ്? ലഖ്ബ് പറയുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ലഖ്ബ് എന്ന് പറയുന്നത് റായിദുൽ ഹർക്കത്തുൽ മക്തബിയ എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. താരിഖുൽ വഫാത്ത് 1995. അത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. അടുത്തത് നെക്രോൽ ഫിക്രവ നുജീബു എന്നുള്ളതാണ്. മറത്തിൽ ആവാം തഅല്ലുമി അമാനൻ ജയ്യിദൻ. അപ്പോൾ മറത്തൻ ആവാം, വർഷങ്ങൾ കടന്നുപോയി. തഅല്ലമ അമാൻ ജയ്യിദൻ, അമാൻ നന്നായിട്ട് പഠിച്ചു. ജാലിസൻ അല കുർസിയത്തിൽ മുതഹരിക്ക, അപ്പോൾ ഒരു കസാരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വസാർ തഅല്ലമി നൂറൻ ഫി ഹയാത്തി വാസ്ബ അമാന മുഹന്ദിസൻ മഷൂറൻ ഫി ഷെരിക്കത്തി ഖത്തറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ അദ്ദേഹം എന്താണ്? ഒരു എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ്. വസാറ അബവാഹു മസ്റൂറൈനി ജിദ്ദൻ, അപ്പോൾ എന്താണ്? അവൻ്റെ ഉപ്പയും വളരെയധികം സന്തോഷത്തിലാണ്. അലിയമ യാസിർ കദൂമി സ്വദീഖിഹി ഇലേഹി വക്കാന യാസിർ ദാക്കിറലിൽ അയ്യാമിൽ മാദിയ, അപ്പോൾ അവൻ്റെ പഴയ കാലത്തെക്കുറിച്ച് അവനെ ആലോചിക്കുകയാണ്. ഫബാത്ത യാസിർ ഫരിഹൻ, അപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമൊക്കെ തോന്നുകയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിലെ ചോദ്യം നോക്കാം. സാറ തഅല്ലുമു എന്താണ്? അറിവ് അവൻ്റെ ആക്കി തീർത്തു. എന്ത്? നൂറൻ ദുൽമൻ ലൈലൻ, എന്താണ് അവൻ്റെ ജീവിതത്തിൽ അറിവ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് എന്നാണ് ചോദ്യം. എന്താണ് ഉണ്ടാക്കിയത്? അവൻ്റെ ജീവിതത്തിൽ ഒരു നൂറൻ, ഒരു വെളിച്ചമാണ് ഉണ്ടാക്കിയത് അല്ലേ. മാഹിയ വലീഫത്തു അമാൻ, എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി? എന്താണ്? അദ്ദേഹം മുഹന്ദിസൻ, എഞ്ചിനീയർ ആണല്ലേ. അപ്പം മുഹന്ദിസൻ എന്നുള്ളത് വരും. ഇറത്തിബ് കലിമാത്ത് ഹത്താ തസീർ ജുംലത്തിൻ സ്വഹീഹ, ഒരു ശരിയായ ജുംല കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് നോക്കൂ. ഒന്നാമത്തത് എന്താണ്? അസ്ബഹ അമാൻ മുഹന്ദിസൻ എന്നാണ് വരിക. അസ്ബഹ അമാൻ മുഹന്ദിസൻ. അടുത്തത് നോക്കൂ. ബാത്ത യാസിറൻ ഫരിഹൻ എന്നായിട്ട് മാറും. ഇനി കാന എന്തായിട്ട്? കാന യാസിറൻ ദാക്കിറൻ എന്നായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്തിട്ട് എഴുതേണ്ടത്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.